നാളെ നരേന്ദ്രമോദി തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രത്തിൽ പോകുന്നു. അദ്ദേഹം 11 ദിവസം വ്രതമാണ് ഇനി ക്ഷേത്രപ്രതിഷ്ഠ, രാമക്ഷേത്ര പ്രതിഷ്ഠ അയോധ്യയിൽ നടക്കുന്നത് വരെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം ഇന്ന് ആന്ധ്രയിലെ ഒരു ക്ഷേത്രം സന്ദർശിച്ചു. നാളെ കേരളത്തിലെ 2 ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു. 22-ാം തീയതി, ജനുവരി 22-ാം തീയതി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികൾ, ഇപ്പോൾ ഗായികമാരും ചലച്ചിത്ര താരങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നാഷണൽ സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ഒരു നാഷണൽ മൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി നേരിട്ട് കേരളത്തിൽ വരികയും ചെയ്യാണ്. കേരളത്തിൽ ഉണ്ടായിക്കൂടെ അതൊക്കെ? അഭിലാഷ്, ഈ 2 വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചു. ഒന്ന് നാഷണൽ മൂഡ്, അതോടൊപ്പം നേരത്തെ പറഞ്ഞു ഒരു ഫീൽ ഗുഡ് ഫാക്ടർ. അഭിലാഷിന് ഓർമ്മയുണ്ടാവുമല്ലോ, ഇതേ അവസ്ഥയായിരുന്നു 2014 ഉണ്ടായിരുന്നത്. അന്ന് വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇതേ ഒരു ഫീൽ ഗുഡ് ഫാക്ടറിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ 2004 ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ BJP ഉയർത്തിയത്. ഇതേപോലെ ഒരുപാട് തെരഞ്ഞെടുപ്പ് വിശാരദന്മാരുടെയും PR ഏജൻസികളുടെയും ഒക്കെ സഹായം തേടിക്കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വാചകം അവർ പരസ്യവാചകമായിട്ട് സ്വീകരിച്ചത്. കോൺഗ്രസ് തിരിച്ചൊരു ചോദ്യമേ ചോദിച്ചുള്ളൂ, ഹൂസ് ഇന്ത്യ? നിങ്ങൾ ആരുടെ ഇന്ത്യയെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാർക്ക് അവരുടെ ഇന്ത്യ ഷൈനിങ് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന ഒരൊറ്റ ചോദ്യത്തിൻ്റെ മേലാണ് ഇവർ കെട്ടിപ്പൊക്കിയ ഈ PR കോട്ടകളൊക്കെ തകർന്നു വീണത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അതേ ചോദ്യം അതിനേക്കാൾ ശക്തമായി ഉന്നയിക്കേണ്ട ഒരു ആവശ്യകതയാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, ജസ്റ്റിസ് എന്ന് പറയുന്ന ആശയത്തെ അങ്ങേയറ്റം അശ്ലീലവൽക്കരിച്ച ഒരു ഭരണമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അനീതികൾക്ക്, ഇൻജസ്റ്റിസുകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം, അതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. അതാണ് ഞങ്ങളുടെ ഇലക്ഷൻ ക്യാമ്പയിനായിട്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ പ്രതീകാത്മകതകൾ, ഫോട്ടോ ഓപ്പുകൾ, അതുപോലെ തന്നെ വൈകാരികതകളെ തൊട്ടുണർത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങൾ, ഇതൊക്കെയാണ് ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെലവാകുക എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയും കൂട്ടരും മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഇലക്ടറേറ്റിൻ്റെ പ്രബുദ്ധതയെ നോക്കിയുള്ള ഒരു ചോദ്യമായിട്ട് അത് മാറുന്നുണ്ട്. അതിന് ഉത്തരം നൽകേണ്ടത് ഈ നാട്ടിലെ വിവേകശാലികളായിട്ടുള്ള വോട്ടർമാരാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പോൾ ഇവിടെ നാളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിവാഹ ചടങ്ങിൽ ഗുരുവായൂരിൽ പങ്കെടുക്കുന്നു എന്ന് കേൾക്കുന്നു. അതിനുശേഷം തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു. അവിടെ നിന്നൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾക്കടക്കം കൊണ്ടാടാനുള്ള ഒരുപാട് ഫോട്ടോ ഓപ്പുകൾ ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിലുള്ള തിയേട്രിക്സ് ആണോ നമുക്ക് വേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ എടുക്കാൻ നടക്കുന്ന തൃശ്ശൂരിലെ നിയുക്ത BJP സ്ഥാനാർത്ഥിയും അദ്ദേഹം ഒരു അഭിനേതാവ് കൂടി ആയതുകൊണ്ട് അത്തരത്തിലുള്ള തിയേട്രിക്സിൻ്റെ പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം തൃശ്ശൂരിലെ ലൂർദ് മാതാ പള്ളിയിൽ ചെന്ന് ഒരു കിരീടം സമർപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ നാട് കൊല്ലത്താണ്, നമുക്കറിയാം. അദ്ദേഹം തിരുവനന്തപുരത്താണ് സ്ഥിരതാമസം. അവിടെയൊന്നും ക്രിസ്ത്യൻ പള്ളികൾ ഇല്ലാത്തതുകൊണ്ടല്ല, അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള വൈകാരിക ബന്ധവുമില്ലാത്ത, ഈ കേവലം 2 തവണ മത്സരിച്ച ഒരു രാഷ്ട്രീയ ബന്ധം മാത്രമുള്ള തൃശ്ശൂരിലെ ക്രിസ്ത്യൻ പള്ളി തന്നെ തെരഞ്ഞെടുത്ത് അവിടെ അദ്ദേഹം കിരീടം സമർപ്പിക്കാനൊക്കെ കടന്നു വരുമ്പോൾ ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ വിവേകത്തെയും അവരുടെ ബുദ്ധിശക്തിയെയും വെല്ലുവിളിക്കുന്ന, അവരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹത്തിന് അത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല. അദ്ദേഹത്തെ കൊണ്ട് ഈ കോലം കെട്ടിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിവേകശാലികളായിട്ടുള്ള തൃശ്ശൂരിലെ ജനങ്ങൾ അതിശക്തമായി തന്നെ അക്കാര്യത്തിൽ വിധി എഴുതും. കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ദീപിക പത്രത്തിൽ KCBCയുടെ ഒരു വക്താവ് വളരെ കൃത്യമായിട്ട് ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചത്, തല്ലലും തലോടലും ഒരുമിച്ച് വേണ്ട. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും ക്രിസ്തീയ ന്യൂനപക്ഷങ്ങൾ ക്രൂരമായിട്ടുള്ള വേട്ടയാടലുകൾക്ക് ഈ നരേന്ദ്രമോദി ഭരണകൂടത്തിന് കീഴിൽ വിധേയരാകുന്നു. ഓരോ ദിവസവും എന്ന നിലയിൽ 2 അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ്തീയ ദേവാലയങ്ങൾക്കെതിരെ, ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ. ഭരണകൂടത്തിൻ്റെ ഏജൻസികളായ ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തീയ സഭകളെയും ക്രിസ്തീയ സഭകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് അടുക്കുമ്പോൾ, ഈസ്റ്റർ അടുക്കുമ്പോഴുള്ള വലിയ സന്ദർശനങ്ങളും നാട്യങ്ങളും അതൊന്നും ആളുകളെ സ്വാധീനിക്കുന്നതല്ല. അതിൻ്റെയൊക്കെ പൊള്ളത്തരം തിരിച്ചറിയാൻ വിശ്വാസികൾക്ക് സാധിക്കുമെന്ന് ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി അടക്കമുള്ള KCBCയുടെ ഉന്നതരായിട്ടുള്ള വക്താക്കൾ തന്നെ കടന്നു വന്നുകൊണ്ട് ദീപികയിലടക്കം മുഖപ്രസംഗം എഴുതുമ്പോൾ അത് ആ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള തിരിച്ചറിവാണ്. അത് ഈ പറ്റിക്കലിന് നിന്നു കൊടുക്കേണ്ടതില്ല എന്നുള്ള രാഷ്ട്രീയ വിവേകമാണ്. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തൃശ്ശൂരിൽ എന്തെങ്കിലും അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി 2 തവണ 3 തവണ വന്നാൽ
അതോടുകൂടി ആളുകളെ കബളിപ്പിക്കാൻ സാധിക്കും എന്നതൊക്കെ അതിരുകടന്ന വിശ്വാസമാണ്. ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ചിലപ്പോൾ അത് നടന്നു എന്ന് വരും. പക്ഷേ കേരളം പോലുള്ള ഒരു നാട്ടിൽ, തൃശ്ശൂർ പോലുള്ള ഒരു നാട്ടിൽ അതൊന്നും വിലപ്പോവില്ല എന്ന് തൃശ്ശൂരിലെ മതനിരപേക്ഷവാദികളായിട്ടുള്ള ജനങ്ങൾ തെളിയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ശ്രീ ടി എൻ പ്രതാപൻ പറയുന്നത്, ഇനിയിപ്പോൾ സുരേഷ് ഗോപിയല്ല, സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ വന്ന് നേരിട്ട് മത്സരിക്കട്ടെ, അവരെ പരാജയപ്പെടുത്താനുള്ള കരുത്ത് ജനാധിപത്യ വിശ്വാസികൾ UDF-നൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് വയ്ക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി.